ഫെബ്രുവരി 19 ആറാം ഞാഴ്ചയിലെ ബുധനാഴ്ച. മാർക്കോസ് 8:22 മുതൽ 26 വരെ വാക്യങ്ങൾ. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഞാൻ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ എൻ്റെ കാൽ വിരലിൽ ഒരു സീറ്റ് വീണു. എൻ്റെ പെരുവിരലിൽ ഒരു ഒടിവ് സംഭവിച്ചു. അത് സുഖപ്പെട്ടോ എന്ന് കാണാൻ ഡോക്ടറെ നിരവധി തവണ സന്ദർശിക്കുകയും പല പ്രാവശ്യം എക്സ്റേകൾ എടുക്കുകയും ചെയ്തു. ഇന്നത്തെ സുവിശേഷത്തിൽ ഒരു വ്യക്തിയുടെ അന്ധത സുഖപ്പെടുത്താനുള്ള ശ്രമങ്ങൾ യേശു പോലും ആവർത്തിച്ചതായി നാം കാണുന്നു. ആ മനുഷ്യന് വ്യക്തമായി കാണാൻ കഴിയുന്നതിന് മുമ്പ് അവൻ 2 തവണ ആ മനുഷ്യൻ്റെ മേൽ കൈവച്ച് പ്രാർത്ഥിച്ചു. ഒരു അന്ധനെ സുഖപ്പെടുത്തിയതിൻ്റെ ഈ അത്ഭുത കഥ മാർക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ പ്രത്യേകതയാണ്. കുറച്ച് കരുതലുള്ള ആളുകൾ യേശുവിൻ്റെ അടുക്കൽ ആ അന്ധനെ കൊണ്ടുവന്ന് അവനെ സുഖപ്പെടുത്താൻ അവനോട് അപേക്ഷിച്ചു. ഉമിനീർ ഉപയോഗിച്ചുകൊണ്ട് ആദ്യം യേശു അവന് വേണ്ടി പ്രാർത്ഥിച്ചു. പക്ഷേ അവന് കാണാൻ കഴിഞ്ഞെങ്കിലും അത് മങ്ങിയിരുന്നു. പിന്നീട് യേശു ആ മനുഷ്യൻ്റെ കണ്ണിൽ 2ാമത് സ്പർശിച്ചു. അങ്ങനെ കാഴ്ച പൂർണ്ണമായും പുനഃസ്ഥാപിച്ചു. യേശു തൻ്റെ ശിഷ്യന്മാരുടെ ഗ്രാഹ്യക്കുറവിന് അവരെ ശാസിച്ച മുൻ വാക്യങ്ങളുമായി ഈ സുവിശേഷ ഭാഗം ബന്ധപ്പെട്ടിരിക്കുന്നു. അന്ധതയുടെ ഈ കഥ ഗ്രാഹ്യക്കുറവിൻ്റെ ഒരു രൂപകമായി മാറുന്നു. നിങ്ങൾക്ക് കണ്ണുകളുണ്ടെങ്കിലും കാണുന്നില്ലേ? യേശു 2 ഘട്ടങ്ങളിലായി രോഗശാന്തി നടത്തിയത് ശ്രദ്ധിക്കുക. അതായത്, ആദ്യം ശിഷ്യന്മാർക്ക് അവൻ്റെ പഠിപ്പിക്കലുകൾ ഭാഗികമായി മാത്രമേ ഗ്രഹിക്കാൻ കഴിഞ്ഞുള്ളൂ. പിന്നീട് പരിശുദ്ധാത്മാവ് വരുമ്പോൾ അവർക്കെല്ലാം മനസ്സിലാകും. 2ാമത്തെ ശ്രമത്തിന് ശേഷം മാത്രമേ രോഗശാന്തി പൂർണ്ണമായി എന്നത് ശ്രദ്ധേയമാണ്. നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ ആദ്യമായി നാം പരാജയപ്പെടുമ്പോൾ ഒരിക്കലും നിരാശരാകരുത്. ക്ഷമയും സ്ഥിരോത്സാഹവുമാണ് വിജയത്തിലേക്കുള്ള താക്കോൽ. ഈ കഥയിലെ ആളുകളെപ്പോലെ കർത്താവിൽ നിന്ന് രോഗശാന്തി സ്പർശനം ലഭിക്കാൻ നമുക്ക് മറ്റുള്ളവരെ പ്രേരിപ്പിക്കാം. പ്രത്യേകിച്ച് അവൻ നമ്മുടെ കണ്ണുകളെ സ്പർശിക്കട്ടെ. അങ്ങനെ യേശു നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന അടയാളങ്ങളും അത്ഭുതങ്ങളും പൂർണ്ണമായി കാണാൻ നമുക്ക് കഴിയട്ടെ. എല്ലാവർക്കും നല്ല ഒരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.